PSFിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ASI എം ചന്ദ്രന് ഉജ്ജ്വല സ്വീകരണം നൽകി. BSF എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. അതിർത്തി രക്ഷാസേനയായ BSFിൽ നിന്നും 38 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ASI എം ചന്ദ്രന് BSF എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ലോകത്തിലെ അതിർത്തി രക്ഷാ സേനകളിൽ ഒന്നാമതായ BSFിൽ 1988 ചേർന്നു. രാജ്യത്തിൻ്റെ അതിർത്തികളിൽ ഏറ്റവും ദുർഘടമായ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതിർത്തികളിൽ ജോലി ചെയ്തു. 38 വർഷത്തെ സേവനത്തിനു ശേഷമാണ് ASI റാങ്കിൽ നിന്നും ഇദ്ദേഹം വിരമിച്ചത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ചന്ദ്രനെ ജില്ലാ പ്രസിഡന്റ് KV മാത്യുവിൻ്റെ നേതൃത്വത്തിൽ രക്ഷാധികാരികളായ നാരായണൻ പാലാട്ട്, ജെയിംസ് ജോസഫ്, സെക്രട്ടറി ജോൺ KA, മുൻ പ്രസിഡന്റ് മോഹനൻ P, മുൻ സെക്രട്ടറി മധുസൂദനൻ, ട്രഷറർ സുകുമാരൻ, പുരുഷോത്തമൻ, കുമാരൻ പേരിയ തുടങ്ങിയ ജില്ലയിലെ അസോസിയേഷൻ മെമ്പർമാർ മാലയിട്ട് ബൊക്കെ നൽകി സ്വീകരിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പുലിക്കുന്നുള്ള ഭവനത്തിൽ എത്തിച്ചു. അനുമോദന യോഗത്തിൽ KV മാത്യു സംസാരിച്ചു. മറുപടിയായി ചന്ദ്രൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കുടുംബാംഗങ്ങളോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് പിരിഞ്ഞത്. ജോയിൻ ചെയ്യുന്ന ശ്രീ ചന്ദ്രന് നമ്മൾ കൊടുത്ത ഒരു സ്വീകരണം, റെയിൽവേ സ്റ്റേഷൻ മുതൽ അദ്ദേഹത്തിൻ്റെ ഭവനം വരെ നമ്മൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടാക്കുന്ന ആ ഒരു ചടങ്ങ് കാസർഗോഡ് BSF എക്സ് സർവീസ്മാൻമാരുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയധികം സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. കാരണം അസോസിയേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇന്ന് ഇത്രയും ആൾക്കാർ ഒന്നിച്ചു കൂടി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കൊണ്ടെത്തിക്കുക. 22ാമത്തെ വയസ്സിൽ BSF എന്ന കോഴ്സിൽ ജോലി ചെയ്ത് നീണ്ട 37.25 വർഷക്കാലം അതിൽ സർവീസ് ചെയ്തതിന് ശേഷം സലാമത്ത് സ്വന്തം ഭവനത്തിൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ വേണ്ടി വരുന്ന അദ്ദേഹത്തിന് ആദ്യമായി സംഘടനയുടെ പേരിൽ അഭിനന്ദനങ്ങൾ നേരുകയാണ്. തുടർന്ന് അദ്ദേഹം BSFിലെ ഇത്രയും കാലം രാജ്യസേവനം ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു സിവിലിയൻ്റെ രൂപത്തിൽ പൊതുസമൂഹത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒപ്പം കുടുംബത്തോടൊപ്പം ഇനിയുള്ള കാലം വളരെ നല്ല ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി ജീവിക്കുവാൻ അദ്ദേഹത്തിന് സർവേശ്വരൻ അവസരം നൽകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.